യെസ് പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ട റെക്കോർഡിംഗ് പഠിച്ചത് റെക്കോർഡിങ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പറഞ്ഞേ ആന്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിച്ചില്ലാരും. ഞാൻ ഗ്രൂപ്പിട്ട് കുറെ ക്വസ്റ്റ്യൻ പഠിച്ചോടെ. പഠിച്ചോ. നോക്കിയില്ലാരും. വായിച്ചു നോക്കിയില്ലാരും. ഞാൻ കഴിഞ്ഞ ദിവസം മിക്കവാറും എപ്പോഴും രാവിലെ ഒരു 4 മണിക്കല്ലേ ഇത് ക്വസ്റ്റ്യൻ പെടുന്നത്. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ 4 മണിക്കല്ലേ ക്വസ്റ്റ്യൻ പെടുന്നത്. ആരെങ്കിലും നോട്ട് ചെയ്തോ? മിക്കവാറും രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിനു വേണ്ടിയാ ആർക്ക് പറയാൻ? രാവിലെ ഫ്രഷ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചില ചോദ്യം കിട്ടുന്നില്ലേ? രാവിലെ അല്ല പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നും, ഇതെനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ അറിയാമെങ്കിൽ അറിയാൻ തോന്നില്ലേ? ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ എപ്പോഴും അറിയാമെന്ന് തോന്നുകയും അറിഞ്ഞുകൂടെങ്കിൽ പഠിക്കണം എന്ന് തോന്നിയാത്തില്ലേ? അറിഞ്ഞുകൂടെങ്കിൽ പഠിക്കണം, അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ പഠിക്കണം തോന്നാറുണ്ട്. അതുപോലെ തന്നെ അറിയാമെങ്കിൽ ഞാൻ പഠിച്ച കാര്യമല്ലേ തോന്നാറുള്ള കാര്യമല്ലേ? മറക്കരുത്, 2 കാര്യമുണ്ട്. ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ അറിയാമെങ്കിൽ ശരി, ഞാൻ പഠിച്ച കാര്യമാണ്, എനിക്ക് ഓർമ്മ നിൽക്കണം. അതേസമയം അറിയാത്ത കാര്യമാണെങ്കിൽ പഠിക്കണം, സമയമുണ്ട്. രാവിലെയാണ്, 4 മണിയാണ്, 5 മണിയാണ്, ഇനിയും സമയമുണ്ട്. ആ ക്വസ്റ്റ്യൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട് എല്ലാവരും. ഇതുവരെ അയച്ച ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു എല്ലാവരും. നോക്കട്ടെ ഇതുവരെ അയച്ച ക്വസ്റ്റ്യൻ നോക്കില്ലാരും. നോക്കട്ടെ. തീർന്നോ? എല്ലാവർക്കും കംപ്ലീറ്റ് ആയോ? ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും? ഒരു സെറ്റ് ബാക്കിയുണ്ട്. ഉണ്ടോ? പറഞ്ഞേ, കംപ്ലീറ്റ് ആയോ? ഇല്ല. സമയമില്ല. അതുപോലും പഠിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ നഴ്സിംഗ് ഫൗണ്ടേഷനിലെ അടുത്ത ചാപ്റ്റർ ആണ് ദ നഴ്സിംഗ് പ്രോസസ്. എന്താണ് നഴ്സിംഗ് പ്രോസസ്? എന്താ? ഇവിടെ ആദ്യം ഒരു ചോദ്യം വരുന്നുണ്ട്. ദ നഴ്സിംഗ് പ്രോസസ് വാക്ക് എളുപ്പുന്നുണ്ടെങ്കിൽ ചോദ്യം വരുന്നുണ്ട്. ആർക്കും പറഞ്ഞറിയേണ്ടിരിക്കുന്ന ആവശ്യമില്ല. ദ സീക്വൻസ് ഓഫ് നഴ്സിംഗ് പ്രോസസ് എന്താ? ഞാൻ പഠിപ്പിക്കുന്ന മുമ്പേ ഒരു ക്വസ്റ്റ്യൻ പറയാണ്. ഞാൻ ഒരു കാര്യം പഠിപ്പിക്കുന്ന മുമ്പേ ക്വസ്റ്റ്യൻ പറയാണ്. സീക്വൻസ് ഓഫ് നഴ്സിംഗ് പ്രോസസ് എന്താ? എപ്പോഴും ചോദ്യം പെടുന്ന കാര്യമാണ്. ഞാൻ പഠിപ്പിക്കുന്ന മുമ്പേ തന്നെ ചോദിക്കുകയാണ്. സീക്വൻസ് ഓഫ് നഴ്സിംഗ് പ്രോസസ് അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ ആണോ? അസസ്മെന്റും ഡയഗ്നോസിസും പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ആഡ് പേ ആണോ? അവിടെ അതുപോലെ ചോദ്യമുണ്ട്. അബ്ഡോമിനൽ അസസ്മെന്റ് സീക്വൻസ് എന്താ? തെറ്റിപ്പോകുന്ന കാര്യമാണ്. അബ്ഡോമിനൽ അസസ്മെന്റ് സീക്വൻസ് എന്താ? തെറ്റിപ്പോകുന്ന കാര്യമാണ്. 2 വാക്കും തെറ്റിപ്പോകാറുണ്ട്. നഴ്സിംഗ് പ്രോസസ് സീക്വൻസും അബ്ഡോമിനൽ അസസ്മെന്റ് സീക്വൻസ് തെറ്റിപ്പോകാറുണ്ട്. സീക്വൻസ് ഓഫ് അബ്ഡോമിനൽ അസസ്മെന്റ് എന്താ? I4 എന്താ? ഇൻസ്പെക്ഷൻ അല്ലേ? I4 എന്താ? ഇൻസ്പെക്ഷൻ. A4 എന്താ? ഓസ്കൾട്ടേഷൻ. P4 എന്താ? പെർക്കഷൻ. അവസാനത്തെ P എന്താ? പാൽപിറ്റേഷൻ അല്ലേ? ഇപ്പൊ ആണോ അവിടെ IAPP അല്ലെ? IAPP എന്താണ്? IAPP എന്താ? സീക്വൻസ് ഓഫ് എന്തിന്റെ IAPP എന്താ? IAPP എന്താ? പണ്ട് കുട്ടിക്കാലത്ത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. IAPP അല്ലെ? IAPP എന്താണ്? അബ്ഡോമിനൽ അസസ്മെന്റ് സീക്വൻസ് അല്ലേ? അതേസമയം നഴ്സിംഗ് പ്രോസസ് സീക്വൻസ് എന്താ? ആഡ് പൈ അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ,
ഇവോല്യൂഷൻ. രണ്ട് ചോദ്യം എപ്പോഴും ആദ്യം ചോദിക്കാറുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന മുമ്പേ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു തരികയാണ്. ഒരു കാര്യം പഠിപ്പിക്കുന്ന മുമ്പേ ആദ്യം പറഞ്ഞെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. സീക്വൻസ് ഓഫ് ദ അബ്ഡോമിനൽ അസസ്മെന്റും സീക്വൻസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ആരും കണ്ടുണ്ടോ ചോദ്യം? ആരെങ്കിലും ഈ ചോദ്യം കണ്ടുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും ഈ ചോദ്യം പ്രീവിയസ് ആയിട്ട് കണ്ടുണ്ടോ? സീക്വൻസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസും സീക്വൻസ് ഓഫ് ദ അബ്ഡോമിനൽ അസസ്മെന്റും. സീക്വൻസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസും സീക്വൻസ് ഓഫ് ദ അബ്ഡോമിനൽ അസസ്മെന്റ്. എന്താ? ദ നഴ്സിംഗ് പ്രോസസ് ആണെങ്കിൽ അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ആഡ് അല്ലേ? അതേസമയം അബ്ഡോമിനൽ ആണെങ്കിൽ എന്താ? ഇൻസ്പെക്ഷൻ, പാൽപിറ്റേഷൻ. ആണോ? ആണോ? പറഞ്ഞെല്ലാരും. അബ്ഡോമിനൽ എന്താ? അബ്ഡോമിനൽ ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ ആണോ? ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഓസ്കൾട്ടേഷൻ ആണോ? അബ്ഡോമിനൽ അസസ്മെന്റിനകത്ത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പാൽപിറ്റേഷൻ അല്ല, ഓസ്കൾട്ടേഷൻ. തെറ്റിപ്പോയ ചോദ്യമാണ്, മറക്കരുത്. അബ്ഡോമിനൽ അസസ്മെന്റിനകത്ത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഓസ്കൾട്ടേഷൻ, അത് കഴിഞ്ഞ് പെർക്കഷൻ, ലാസ്റ്റ് ആണ് പാൽപിറ്റേഷൻ അല്ലേ? മറക്കോ ഇക്കാര്യം? അബ്ഡോമിനൽ അസസ്മെന്റിനകത്ത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പിന്നെ പാൽപിറ്റേഷൻ. മറക്കരുത്, ചോദിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ദ നഴ്സിംഗ് പ്രോസസ്സുമാണ്. അത് തൊട്ട് തന്നെ പറയുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ സ്ഥിരങ്കാറുന്ന ചോദ്യം പറഞ്ഞു തന്നു. സീക്വൻസ് ഓഫ് അബ്ഡോമിനൽ അസസ്മെന്റും സീക്വൻസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ്. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ പെടുന്ന രണ്ട് ചോദ്യമല്ലേ? ശരിയല്ലേ? സീക്വൻസ് ഓഫ് അബ്ഡോമിനൽ അസസ്മെന്റും സീക്വൻസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് എപ്പോഴും കൺഫ്യൂഷൻ ആയി പോകും. ശരിയല്ലേ? കൺഫ്യൂഷൻ. അയ്യോ മറന്നുപോയി, ആദ്യം എക്സാം, അയ്യോ ഞാൻ പഠിച്ചതാണ് മറന്നുപോയി, എത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല, ആ സമയം മറന്നു. ശരിയല്ലേ? ശരിയല്ലേ? അയ്യോ ഞാൻ പഠിച്ച കാര്യമാണ്. അബ്ഡോമിനൽ അസസ്മെന്റ് സീക്വൻസ് ഓർമ്മയുണ്ടായിരുന്നു. നഴ്സിംഗ് പ്രോസസ് ആണെങ്കിൽ പഠിച്ച കാര്യമാണ്, പക്ഷെ മറന്നുപോയി. എത്ര പഠിച്ചിട്ടും മറന്നുപോയി. IAPP എന്തിന്റെ സീക്വൻസാ? IAPP അബ്ഡോമിനൽ ആണോ? ആണോ? IAPP ആണ്. പറയടേ എല്ലാരും, പറയടേ 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 പറയടേ. IAPP എന്തിന്റെ സീക്വൻസാ? പറയടേ കുഞ്ഞുങ്ങളെ, പറയടേ പറയടേ സാറേ പറയടേ. അബ്ഡോമിനലാണോ? 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 യെസ്. ADPI എന്തിന്റെ? ADPI 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 എന്തിന്റെ സീക്വൻസാ? നഴ്സിംഗ് പ്രോസസ്. സ്റ്റാർട്ട് ചെയ്യട്ടെ. തുടങ്ങും മുമ്പേ എന്താണ് ഏകദേശം ഒരു 13 മിനിറ്റോളം ഇത് പറഞ്ഞല്ലേ? ഞാൻ തുടങ്ങുന്ന മുമ്പേ 13 മിനിറ്റോളം ഇത് മാത്രമേ പറഞ്ഞു അല്ലേ? സ്റ്റാർട്ട് ചെയ്ത മുമ്പേ 13 മിനിറ്റോളം ഇത് മാത്രം പറയാനുള്ള കാരണമുണ്ട്. എപ്പോഴും ഈ രണ്ട് ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ കുഞ്ഞുങ്ങളെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. യെസ്. നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഴ്സിംഗ് പ്രോസസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാമിൽ ചോദ്യം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കും. നഴ്സിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദ്യം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നഴ്സിംഗ് പ്രോസസ് ചോദിക്കാറില്ലേ? ശരിയല്ലേ? നമ്മളിത് നഴ്സിംഗുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ചോദ്യം ചോദിക്കുന്നതാണെങ്കിൽ എപ്പോഴും നഴ്സിംഗ് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ചോദിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ദ നഴ്സിംഗ് പ്രോസസ്? നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ എന്തായിരിക്കും? It's method of the problem identification and the problem solving ആണോ? ഒരു പ്രോബ്ലം സോൾവിങ്ങിന്റെയും ഒരു പ്രോബ്ലം ഐഡന്റിഫിക്കേഷന്റെ ആണോ കണ്ടുപിടിക്കാനോ? ആണോ? ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാനും അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് ആണോ നഴ്സിംഗ് പ്രോസസ്? ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാനും ഒരു പേഷ്യന്റിന്റെ പ്രോബ്ലം കണ്ടുപിടിക്കാനും
ഐഡന്റിഫൈ ചെയ്യുക. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്നതും അത് സോൾവ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ഒരു പേഷ്യന്റ് പ്രോബ്ലം കണ്ടുപിടിക്കുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അത് സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? നേഴ്സിംഗ് പ്രോസസ് ആണോടെ? ആണോടെ? ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുന്നതാണോടെ ഈ പറഞ്ഞ നേഴ്സിംഗ് പ്രോസസ്സ്? ആലോചിച്ച് പറയുക. ആണോ? ആണോ? ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുകയും ശേഷം നമുക്ക് എന്തെല്ലാം ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അവസാനം ഇവാലുവേഷൻ നോക്കുന്ന പ്രോസസ് ആണോ ദ നേഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞ? ആൻസർ മീ. ഒരു ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പ്രോബ്ലം കണ്ടുപിടിക്കുന്നതും ആ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യുന്നതും നമുക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുന്നതും അതുപോലെ തന്നെ ഇവാലുവേഷൻ ചെയ്യുന്നതും ആണോ നേഴ്സിംഗ് പ്രോസസ്? അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ അല്ലേടെ? അസസ്മെന്റും ഡയഗ്നോസിസും പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷൻ ഇവാലുവേഷൻ പ്രോസസ് ഞാൻ പറഞ്ഞ കാര്യം അല്ലേ? ഒരു പേഷ്യന്റ് അടുത്ത് പോയിട്ട് ആലോചിച്ചൊക്കെ, എപ്പോഴെങ്കിലും ഒരു പേഷ്യന്റ് അടുത്ത് പോയിട്ട് അവന്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാണെങ്കിലും സത്യം പറയും, എപ്പോഴെങ്കിലും ആ ഫയൽ നോക്കാതെ സംസാരിച്ചുകൊണ്ട് പേഷ്യന്റ് അടുത്ത് സംസാരിച്ചുകൊണ്ട് മാത്രം ആരെങ്കിലും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഫയൽ നോക്കാതെ ഏതെങ്കിലും പേഷ്യന്റ് അടുത്ത് സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രോബ്ലം എന്തെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ആരെങ്കിലും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? എല്ലാം പറയുക. ഫയൽ നോക്കാതെ പേഷ്യന്റ് അടുത്ത് സംസാരിച്ചുകൊണ്ട് പേഷ്യന്റ് അസുഖം ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറയ്. എവിടെ ഇത്? എം എസ് സിക്കാർ എവിടെ? എം എസ് സിക്കാര് എവിടെ നോക്കട്ടെ. എപ്പോഴെങ്കിലും പേഷ്യന്റ് അടുത്ത് സംസാരിച്ചുകൊണ്ട് ഡയഗ്നോസ് നടത്തിയിട്ടുണ്ടോ? ഉണ്ടോടെ? പേഷ്യന്റ് അടുത്ത് സംസാരിച്ചുകൊണ്ട് മാത്രം അസുഖം കണ്ടുപിടിച്ചുകൊണ്ടാണെങ്കിലും സംസാരിച്ചുകൊണ്ട് ഉണ്ടോടെ? പറയണേ. അപ്പോൾ ദ നേഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതാണോ? സിമ്പിളായി പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോസസ് ആണോ നേഴ്സിംഗ് പ്രോസസ്? നേഴ്സിംഗ് പ്രോസസ് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത പ്രോസസ് ആണോ? ഒരു പ്രോബ്ലത്തെ കണ്ടുപിടിച്ചുകൊണ്ട് പേഷ്യന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? നഴ്സിംഗ് പ്രോസസ് എന്ന് വിളിച്ചൂടെ? കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് മെത്തേഡ് അല്ലേ ഇത്? അല്ലേടെ? സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് എ വർക്കിംഗ് നഴ്സ് ടു എന്തിനു വേണ്ടി? പേഷ്യന്റ് റിക്കവറിക്ക് വേണ്ടിയല്ലേ? പേഷ്യന്റ് റിക്കവറിക്ക് വേണ്ടി അല്ലെ? ഒരു പേഷ്യന്റ് റിക്കവറിക്ക് വേണ്ടി നേഴ്സും പേഷ്യന്റും കൂടി ചേർന്ന് വർക്ക് ചെയ്യുന്ന പ്രോസസ് ആണോ? ഒരു പേഷ്യന്റ് റിക്കവറിക്ക് വേണ്ടി പേഷ്യന്റും നേഴ്സും കൂടി വർക്ക് ചെയ്യുന്ന പ്രോസസ് ആണോ നഴ്സിംഗ് പ്രോസസ്? ആണോ? ഒരു പേഷ്യന്റിന്റെ റിക്കവറിക്ക് വേണ്ടി ആ ഒരു പേഷ്യന്റും നേഴ്സും കൂടി ചേർന്ന് ചെയ്യുന്ന ആണോടെ? ആണോ? ആണല്ലേ? അല്ലേ? ആണോടെ? സോ ചോദ്യം വരും, എന്തൊക്കെയാണ് നഴ്സിംഗ് പ്രോസസ് സ്റ്റെപ്പുകൾ? ഞാൻ പറയുന്ന മലയാളം എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന ഇംഗ്ലീഷിൽ പറയാറില്ല അധികം അല്ലേ? ഇംഗ്ലീഷ് വാക്ക് അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ ഫുള്ളും മലയാളം എക്സ്പ്ലനേഷൻ പറയുന്നത്. അത് കേൾക്കാൻ വേണ്ടി പലരും ഇരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പൊ ചോദ്യം ഇതാണ്,
ഒരു പേഷ്യന്റ് ദ പ്രോബ്ലം കണ്ടുപിടിക്കുകയും അത് സോൾവ് ചെയ്ത പ്രോസസ്സിനുള്ളിൽ വരുന്ന ഒരു പേഷ്യന്റ് ദ പ്രോബ്ലം കണ്ടുപിടിക്കുകയും സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനുള്ളിൽ വരുന്ന ചോദ്യം ഇതാണ്. ഒരു പേഷ്യന്റ് ദ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് ദ പ്രോബ്ലം സോൾവിങ് ഈസ് കളസ് മെത്തേഡ്. ഏത് മെത്തേഡാ? നേഴ്സിംഗ് പ്രോസല്ലേ. നേഴ്സിംഗ് പ്രോസല്ലേ. സ്റ്റാർട്ടിങ് ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ദ സീക്വൻസ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് എന്താ? സ്റ്റാർട്ടിങ് ക്ലാസ് ചോദ്യമാണ്. സീക്വൻസ് ഓഫ് നഴ്സിംഗ് പ്രോസസ് എന്താ? അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ആൻഡ് സീക്വൻസ് ഓഫ് അബ്ഡോമിനൽ അസസ്മെന്റ് എന്താ? അബ്ഡോമിനൽ അസസ്മെന്റ് സീക്വൻസ് എന്താ? അബ്ഡോമിനൽ അസസ്മെന്റ് ആണെങ്കിൽ എപ്പോഴും ഈ ചോദ്യം തെറ്റിക്കാറുണ്ട്. അബ്ഡോമിനൽ അസസ്മെന്റ് ആണെങ്കിൽ സീക്വൻസ് എന്താ? ഇൻസ്ട്രക്ഷൻ, ഓസ്കൾട്ടേഷൻ, പാൽപിറ്റേഷൻ, പൽക്കഷൻ ആണോ? IAPP ആണോ? അബ്ഡോമിനൽ അസസ്മെന്റ് ആണെങ്കിൽ IAPP. നഴ്സിംഗ് പ്രോസസ് ആണെങ്കിൽ ADPI. മറക്കുക രണ്ട് കാര്യം. അബ്ഡോമിനൽ അസസ്മെന്റ് ആണെങ്കിൽ ഇൻസ്പെക്ഷൻ, ഓസ്കൾട്ടേഷൻ, പെർക്കഷൻ, പാൽപിറ്റേഷൻ. നഴ്സിംഗ് പ്രോസസ് ആണെങ്കിൽ അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ എന്ന ചോദ്യം എപ്പോഴും കഴിഞ്ഞ ചോദ്യങ്ങളിൽ എപ്പോഴും ഫസ്റ്റ് ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 10 ക്വസ്റ്റിനകത്ത് ഈ ഒരു ചോദ്യം 4 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ 10 ക്വസ്റ്റിനകത്ത് ഈ ഒരു ചോദ്യം 4 എക്സാം ഉണ്ടായിരുന്നു. അബ്ഡോമിനൽ അസസ്മെന്റും നഴ്സിംഗ് പ്രോസസ്സിന്റെ സീക്വൻസ്. മറക്കുമോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഇട്ടത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിച്ചു. രാവിലെ 4 മണിക്ക് കിട്ടിയ 4-5 മണിക്ക് കിട്ടിയ കാണുന്നുണ്ടോ? മിക്കവാറും എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കാറുണ്ടല്ലേ. മിക്കവാറും എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എണീക്കാറുണ്ട് അല്ലേ. രാത്രി 12 മണിക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ് കിടന്നിട്ട് രാവിലെ 4 മണിക്ക് ഞാൻ ഉടരാറുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? ആർക്കും ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ഈ ബാച്ച് 250 നിങ്ങളുടെ ബാച്ച് ഈ ബാച്ച് 200 പേരുണ്ടായിരിക്കും. ഫസ്റ്റ് 250 ഉണ്ട്. 5 ബാച്ചുകൾ വെച്ചിട്ട് 1000 പേരുണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തരും ഒരു സംശയം ചോദിച്ചാൽ പോലും കുറെ മണിക്കൂറുണ്ടേ. ഓരോ ആൾക്കാരും ഓരോ സംശയം ചോദിച്ചാൽ പോലും കുറെ മണിക്കൂറുണ്ടേ. വേണ്ടേ? ഓരോ ആൾക്കാരും ഫോൺ കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞ് കുറെ മണിക്കൂറുണ്ടേ. വേണം. എക്സാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങല്ലേ. ശരിയല്ലേ? എക്സാം കഴിച്ചിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങാൻ. ശരിയല്ലേ? ഉറങ്ങുക. സോ assessing the diagnosing, planning, implementation, evaluation, abdominal assessment ആണോ the nursing process sequence ആണോ? Assessing, diagnosing, planning, implementation, evaluation, nursing process in the sequence അല്ലേ? The nursing process in the sequence ആണ്. So നോക്കാം the steps in the nursing process. First നോക്കുകയാണ് the steps in the nursing process. എന്തൊക്കെയുണ്ട് ദ നഴ്സിംഗ് പ്രോസസ്സിനകത്തുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ദ നഴ്സിംഗ് പ്രോസസ്സിനകത്ത് വരുന്ന സ്റ്റെപ്പ് എത്ര ഉണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? എത്രയുണ്ട് സ്റ്റെപ്പ്? എത്രയുണ്ട്? ഈ പറഞ്ഞ ഇങ്ങനത്തെ ഏനയില്ലേ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ അനുസരിച്ച് 5 സ്റ്റെപ്പ് ഉണ്ടല്ലേ. അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ പറഞ്ഞതനുസരിച്ച് 5 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. പക്ഷെ എവിടെയെങ്കിലും 6 കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും 6 കേട്ടിട്ടുണ്ടോ? 6. അമേരിക്കൻ നഴ്സ് അസോസിയേഷൻ 5 ഉണ്ട്. എവിടെയെങ്കിലും 6 പഠിച്ചിട്ടുണ്ടോ? 6 ഉണ്ടോ എവിടെയെങ്കിലും? പറഞ്ഞു തരാം. അമേരിക്കൻ നഴ്സ് അസോസിയേഷനെങ്കിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. 5 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഓരോന്നും നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? അസസ്മെന്റ് അല്ലേ. ആദ്യ സമ്മറിയാണ് കേട്ടോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ഒരു പേഷ്യന്റ് അസസ്മെന്റ് അല്ലേ. പേഷ്യന്റ് കണ്ടീഷൻ നോക്കുന്നതാണോ? അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കണ്ടീഷൻ നോക്കുന്നതാണോ? ആ ഫസ്റ്റ് സ്റ്റെപ്പായ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കണ്ടീഷൻ നോക്കുന്നതാണോ? യെസ് ആണല്ലേ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കണ്ടീഷൻ നോക്കുന്ന സ്റ്റെപ്പാണ്. ആൻഡ് ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പായ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ എന്താ?
അസസ്മെന്റിലൂടെ പേഷ്യന്റിന്റെ അസുഖം എന്താണ്, ദ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണോ? സെക്കൻഡ് സ്റ്റെപ്പായ ദ ഡയഗ്നോസ് എന്ന് പറയുമ്പോൾ അസസ്മെന്റിലൂടെ ദ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണോ ഡയഗ്നോസിസ്? ആണോടെ? ഫസ്റ്റ് സ്റ്റെപ്പ് അസസ്മെന്റ് ആണ്. സെക്കൻഡ് എന്തായിരിക്കും? അസസ്മെന്റിലൂടെ പേഷ്യന്റ് പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാനോ ഡയഗ്നോസിസ് ആണല്ലേ. തേർഡ് സ്റ്റെപ്പ് പ്ലാനിങ് എന്താ? സമ്മറി പറയുന്നത് പ്ലാനിങ് എന്തായിരിക്കും? പ്ലാനിങ്ങിന് വേറെ പേരുണ്ടോടെ? അതാ ചോദ്യം. ഇവിടെയാണ് എക്സാമിന് ചോദ്യം വരുന്നത്. ഇവിടെയാണ് എക്സാമിന് ചോദ്യം വരുന്നത്. ദ പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് മാത്രമാണ്. ദ പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് മാത്രമാണ്. എവിടെയെങ്കിലും പ്ലാനിങ് അല്ലാതെ വേറൊരു പീരീഡ് ഉണ്ടോ? ഇതിനകത്തിന്റെ MSc ആൾക്കാരുണ്ട്, പറഞ്ഞേ. പ്ലാനിങ് അല്ലാതെ വേറൊരു പേര് ഈ സ്റ്റെപ്പിന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ കേട്ടിട്ടുണ്ടെങ്കിലും ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്ലാനിങ് എന്ന് മാത്രം കാണും, ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്ലാനിങ് എന്ന് മാത്രമല്ല ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ? ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്ലാനിങ് എന്ന് മാത്രമല്ല ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ? 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 സോ ചേർത്ത് പറയുക. പ്ലാനിങ് ആൻഡ് ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ആണ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. ചോദ്യം വരും, ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് എന്താ? പ്ലാനിങ് ആൻഡ് ദ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ. ദ പ്ലാനിങ്ങും ആൻഡ് ദ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ആണ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് ദ നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സിലബസിൽ പ്ലാനിങ് മാത്രമല്ല. എന്തുകൊണ്ടായിരിക്കും? സിലബസ് നോക്കിയാൽ അറിയാം പ്ലാനിങ് മാത്രമല്ല, അതിനകത്തുണ്ട് ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ വാക്കുകൂടെ ഉണ്ട്. മറക്കരുത്. മറക്കോ ആരെങ്കിലും? സിലബസിനകത്ത് ദ പ്ലാനിങ് മാത്രം ഒന്നല്ല, ദ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ എന്ന പേരൂടെ ഉണ്ട്. മറക്കോ ആരെങ്കിലും പേര്? ഇല്ല. മറക്കുമോ? ഇല്ല. അപ്പൊ എന്നെ പറയുന്നതനുസരിച്ച് 5 സ്റ്റെപ്പിലെ അസസ്മെന്റ് ഉണ്ട്, ഡയഗ്നോസ് ഉണ്ട്, പ്ലാനിങ് അല്ലെങ്കിൽ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. നാലാമത്തെ എന്താണ്? ഇംപ്ലിമെന്റേഷൻ ആണോ? ഫോർത്ത് ഈസ് നാലാമത്തെ സ്റ്റെപ്പ് ഏതാ? നഴ്സിംഗ് ഡയഗ്നോസ് അല്ലേ? എന്താണ് സംബന്ധം? നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണോ? ദ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് നാലാമതായപ്പോൾ അത് അവിടെ ചെയ്താണോ? ആ പേഷ്യന്റ് അത് ചെയ്താണോ? ഇംപ്ലിമെന്റ് ചെയ്താണോ? ആണോ? ദ തേർഡ് സ്റ്റെപ്പിൽ പ്ലാൻ ചെയ്ത കാര്യം നാലാമതായപ്പോൾ അത് ഉപയോഗിച്ചു, ഇംപ്ലിമെന്റ് ചെയ്താണോ? ആണ്. അഞ്ചാം എന്തായിരിക്കും? ഫിഫ്ത്ത് എന്തായിരിക്കും? നാലാമത് ചെയ്ത കാര്യത്തിന്റെ ഇവാലുവേഷൻ എടുക്കുന്നതാണോ? ഫോർത്ത് ചെയ്ത കാര്യത്തിന്റെ ഇവാലുവേഷൻ എടുക്കുന്നതാണോ? അപ്പോൾ എന്നെ പറഞ്ഞനുസരിച്ച് അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ പറഞ്ഞതനുസരിച്ച് 5 സ്റ്റെപ്പ് ഉണ്ട്. അസസ്മെന്റ്, ഡയഗ്നോസിസ്, അല്ലെങ്കിൽ മറുപടി എന്താണ്? ഡയഗ്നോസിസ് കഴിഞ്ഞാൽ ഔട്ട്കം ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലാനിങ് വിളിക്കാം, ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്. 5 സ്റ്റെപ്പ് ഉണ്ടോ? 5 സ്റ്റെപ്പ് ഉണ്ടോ? ഇത് കഴിഞ്ഞ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിന് ഒരു ഐഡിയയും കിട്ടാത്ത ചോദ്യം. അത് പറയാം. നഴ്സിംഗ് പ്രോസസ്സിൽ നിന്ന് കഴിഞ്ഞ 2 എക്സാമിന് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആർക്ക് പറയാം? നോക്കട്ടെ. ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2 എക്സാമിന് ഒരു ഐഡിയ ഇല്ലാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പറയാം. സ്ക്രീനിൽ നോട്ട് കാണാൻ പറയും. കഴിഞ്ഞ 2 എക്സാമിന് ഒരു ഐഡിയയും ഇല്ലാത്ത 2 ചോദ്യം ഉണ്ടായിരുന്നു. വായിച്ചു നോക്കിയടെ, സ്ക്രീൻ നോക്കിയടെ എല്ലാവരും. ദ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ദ ക്രിട്ടിക്കൽ റീസണിങ്. കഴിഞ്ഞ 2 എക്സാമിന് ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നഴ്സിംഗ് പ്രോസസ്സിനകത്തുള്ളതാണെന്ന് ഐഡിയ ഇല്ലായിരുന്നല്ലോ. ശരിയല്ലേ? അറിയാം. രാഖി പറഞ്ഞു. ശരിയല്ലേ?
അവർക്കറിയാം. കാരണം സ്ഥിരമായിട്ട് എക്സാം വരുന്ന ആൾക്കാർക്കറിയാം. കഴിഞ്ഞ 2 എക്സാമിന് ഒരു ഐഡിയയും ഇല്ലാതെ ചോദിച്ച 2 ചോദ്യം ഇവിടെ നിന്നായിരുന്നു, നഴ്സിംഗ് പ്രോസസ്സിനായിരുന്നു. പക്ഷെ അതെന്താ നഴ്സിംഗ് പ്രോസസ് ആണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, ശരിയല്ലേ? അത് നഴ്സിംഗ് പ്രോസസ്സിനാ ചോദ്യം വന്നതെന്ന് ആർക്കും അന്ന് അറിയില്ല പോലും ഇല്ലായിരുന്നു. പക്ഷെ ദ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ദ ക്രിട്ടിക്കൽ റീസണിങ്ങും വരുന്നത് നഴ്സിംഗ് പ്രോസസ്സിന്റെ അകത്താണ്. ദ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ദ ക്രിട്ടിക്കൽ റീസണിങ്ങും വരുന്നത് നഴ്സിംഗ് പ്രോസസ്സിനകത്താണ്. കാരണം സ്റ്റെപ്പ് പറഞ്ഞ ശേഷം അടുത്ത വരുന്ന ആദ്യ കാര്യം അതാണ്, എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താണ് ക്രിട്ടിക്കൽ റീസണിങ്. സിലബസിലുണ്ട്. ഒരു നഴ്സിംഗ് പ്രോസസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ പ്രൈമറി ആയിട്ട് എന്ത് വേണം? ആർക്ക് പറയാം? ഒരു നഴ്സിംഗ് പ്രോസസ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് പ്രൈമറി ആയിട്ട് എന്ത് വേണം? തിങ്കിങ് വേണോ? ചിന്തിക്കണ്ടേ? ഒരു നഴ്സിംഗ് പ്രോസസ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ചിന്തിക്കണ്ടേ? ദ തിങ്കിങ് വേണോ? ദ തിങ്കിങ് ലൈക്ക് എവിടെ? ആരായിട്ട്? നഴ്സായിട്ട് ചിന്തിക്കണ്ടേ? ഒരു നഴ്സായിട്ട് ചിന്തിക്കണ്ടേ? വേണ്ടേ? ദ തിങ്കിങ്ങിലേക്ക് നഴ്സ് വേണ്ടേ? ഒരു നഴ്സായിട്ട് ചിന്തിക്കണ്ടേ? ഒരു പേഷ്യന്റ് ഫണ്ട് വരുമ്പോൾ ആദ്യം ഒരു നഴ്സായിട്ട് ചിന്തിക്കണ്ടേ? വേണ്ടേ? 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 അതിന് ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് മാത്രം മതിയോ? ക്രിട്ടിക്കൽ തിങ്കിങ് മാത്രം മതിയോ? ദ ക്രിട്ടിക്കൽ റീസണിങ് കൂടെ വേണ്ടേ? ദ ക്രിട്ടിക്കൽ റീസണിങ് കൂടെ വേണ്ടേ? ക്രിട്ടിക്കൽ റീസണിങ് കൂടെ വേണ്ടേ? എന്താണ് ദ തിങ്കിങ് എന്ന് പറഞ്ഞ് ചിന്തിക്കുകയല്ലേ? ദ തിങ്കിങ് എന്ന് പറഞ്ഞ് ചിന്തിക്കുകയല്ലേ? തിങ്കിങ് എന്ന് പറഞ്ഞ് ചിന്തിക്കുകയല്ലേ? ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുന്നതല്ലേ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ദ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുന്ന പ്രോസസ് അല്ലേ ദ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുന്ന പ്രോസസ് അല്ലേ? ഇതിൽ കൂടുതൽ മലയാളം പറയാൻ പറ്റില്ല. ഓരോ നഴ്സറി പിള്ളേര് പോലും പഠിക്കും. ഇതിൽ കൂടുതൽ മലയാളത്തിൽ പറയാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്താ തിങ്കിങ്? എന്താ കാര്യങ്ങൾ? എന്താ പറഞ്ഞേ? പഠിക്കേ. ക്രിട്ടിക്കൽ തിങ്കിങ് പറഞ്ഞാ മലയാളത്തിൽ പഠിക്കേ. എന്താ എന്താ എന്താണ്? പറഞ്ഞാടേ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞാടേ. എവിടെ നോട്ടെ? എന്താ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക. പേഷ്യന്റ് കാണുമ്പോൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കുക. ശരിയാണോടെ? പറയടേ. ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്ത് അസുഖം എന്താണ് കണ്ടുപിടിച്ച് മനസ്സിലാക്കുക. അത് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ? പേഷ്യന്റിനെ കണ്ട് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ റീസണിങ്? അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ റീസണിങ്? ദ തിങ്കിങ് പറഞ്ഞു തന്നു. തിങ്കിങ് പറഞ്ഞു. ഇങ്ങനത്തെ റീസണിങ് എന്താണ്? ഒരു എക്സാം പറയട്ടെ. ഒരു എക്സാം പറഞ്ഞ എന്ത് എക്സാമ്പിൾ? എന്ത് എക്സാം പറയാൻ? എന്ത് എക്സാം പറയാൻ? ഇപ്പൊ ഒരു കുട്ടി പനിയായിട്ട് വന്നു. രാത്രി പനിയായിട്ട് വന്നു. ഫീവർ ആയിട്ട് വന്നു. നമ്മൾ തിങ്ക് ചെയ്തപ്പോൾ ഒന്നുകിൽ ഇൻഫെക്ഷൻ ആണെന്നോ ബാക്ടീരിയ കാരണമാണെന്നോ ഇത് പനി വരാമെന്ന് ആലോചിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ വരാം ആലോചിക്കാൻ പറ്റുമോ? രാത്രി സമയത്ത് നമ്മുടെ മുന്നിലോട്ട് കുട്ടി നല്ല പനിയായിട്ട് വന്ന സമയത്ത് നമുക്കവിടെ തിങ്ക് ചെയ്തൂടെ? ഒന്നുകിൽ വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവാം. തിങ്ക് ചെയ്തൂടെ? ക്രിട്ടിക്കൽ തിങ്ക് ചെയ്തൂടെ? ക്രിട്ടിക്കൽ തിങ്ക് ചെയ്തൂടെ? ഒരു കുട്ടി രാത്രി സമയത്ത് കാഷ്വാലിറ്റി വന്നു. ആ സമയത്ത് പേഷ്യന്റിന് പനി വരാൻ കാരണം വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ കാരണം വരാമെന്ന് ദ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്തൂടെ? 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 പറഞ്ഞു.
ചെയ്യാം. ഒരു പേഷ്യന്റ് ഒബ്സർവേഷൻ വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ കൂടാറുണ്ട്, നോക്കാറുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ നോക്കാറില്ല നമ്മൾ എപ്പോഴും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യും? അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാഫ് നേഴ്സ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൊടുത്തൂടെ? നമ്മുടെ മനസ്സിൽ ഒരു അസുഖം, ഒരു പേഷ്യന്റ് ടെമ്പറേച്ചർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ഒരു അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ടെപ്പിൾ സ്പഞ്ച് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയല്ലേ? എന്താ ടാപ്പ് വാട്ടർ, ബേസിനിൽ കോട്ടൺ എടുത്ത് ടെപ്പിൾ അപ്പാലിക്കുക. അയ്യോ, ആ ബേസിന് അവിടെ ഇരിക്കുന്നു അല്ലേ? ശരിയല്ലേ? ഫസ്റ്റ് വന്ന കാര്യം ആ പേഷ്യന്റ് ടെപ്പിൾ സ്പഞ്ച് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് പോകുന്ന കാര്യം എന്താ? ആ ബേസിന് എവിടെ? ശരിയല്ലേ? എപ്പോഴും കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചത് ബേസിന് എവിടെയായിരിക്കും? അവിടെയാണോ, അപ്പുറത്താണോ, അപ്പുറത്താണോ? കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആലോചിച്ചിട്ടുണ്ടോ? ഒരു പേഷ്യന്റ് ടെപ്പിൾ സ്പഞ്ച് കൊടുക്കാൻ പോകുമ്പോൾ ആ ബേസിൻ എവിടെയാ അറിഞ്ഞുകൂടാ. ശരിയല്ലേ? ഞാൻ വച്ചതാണ്, എവിടെ വെച്ചതാണ് അറിഞ്ഞൂടല്ലോ. ടാപ്പ് വാട്ടർ വേണം, ബേസിന് വേണം, കോട്ടർ വേണം. ഇതിൽ എവിടെ ഇരിക്കില്ലേ? കോട്ടൺ വേണം, ടാപ്പ് വാട്ടർ വേണം, ബേസിന് എവിടെ ഇരിക്കും? ശരിയല്ലേ? അതേസമയം ആ ഡോക്ടർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ആസ് എ നേഴ്സ് എന്താണെന്ന് പറഞ്ഞു തന്നു. ആ ഡോക്ടർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? നേഴ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ടെപ്പിൾ സ്പഞ്ച് കൊടുക്കാൻ ശ്രമിക്കാറല്ലേ? നേഴ്സ് ആണെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ടെപ്പിൾ സ്പഞ്ച് കൊടുക്കാനായിട്ട് കോട്ടനും ബേസിനും വാട്ടറും നോക്കി നടക്കും. ആ ഡോക്ടറാണ് ഇവിടെ മെഡിക്കേഷൻ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? ഡോക്ടർ ആണെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് മെഡിസിനും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ വിടാറില്ലേ? അല്ലേ? അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാം, ഒരു കാര്യം തിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പോഴും എന്തെന്ന് പറയുന്നത്. ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും ഒരു കാര്യം ഹൈ ലെവലിൽ തിങ്ക് ചെയ്യുന്ന പ്രോസസ് എന്ന് വിളിക്കാം. ഒരു കാര്യം സ്റ്റാഫ് നേഴ്സ് ആയാലും ഡോക്ടറിലും ഹൈ ലെവലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. ക്ലിയർ ആയോടെ? ഓടുക. ഞാൻ പഞ്ഞി എടുക്കാനും വാട്ടർ എടുക്കാനും എപ്പോഴെങ്കിലും ഉണ്ടോ? പറഞ്ഞുണ്ടോ? ഓടിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ഈ പറഞ്ഞ ഫ്രിഡ്ജിനകത്തില്ലേ, ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ ഫ്രിഡ്ജിനകത്തില്ലേ ഈ ഐസ് വാട്ടർ വയ്ക്കും. അറിയുമോ? എനിക്ക് വേണ്ടിയാ. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഐസ് വാട്ടർ വയ്ക്കും. ഇപ്പോഴും ഞാൻ കുടിക്കാൻ എടുക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും പ്രശ്നം വരും. ഞാൻ എപ്പോഴും ഫ്രിഡ്ജിനകത്തേക്ക് എനിക്ക് കുടിക്കാനായിട്ട് തണുത്ത വെള്ളം ഐസിനകത്തുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഏതൊക്കെ പ്രശ്നം കയറും. അത് കുടിക്കാൻ പോലും പറ്റില്ല. അറിയാമോ? ഉച്ച കഴിയുമ്പോഴല്ലേ ഐസ് വാട്ടർ ഫ്രിഡ്ജിനകത്ത് സമയത്തായിരിക്കും ടെപ്പിൾ സ്പഞ്ച് ചെയ്യാൻ വേണ്ടി പേഷ്യന്റ് വരുന്നത്. അപ്പൊ ആ വെള്ളം അങ്ങനെ പോകും. സ്ഥിരമായിട്ട് അനുഭവമുള്ള ഒരാളാണ്. ടെപ്പിൾ സ്പഞ്ച് ചെയ്യാൻ വേണ്ടി ഐസ് വാട്ടർ എടുക്കാൻ പോകുമ്പോൾ മിക്കവാറും എനിക്കുള്ള വെള്ളമായിരിക്കും പേഷ്യന്റ് കൊണ്ടുപോകുന്നത്. അനുഭവമുണ്ടോ? സോ ദ പ്രോസസ് എന്താ? ദ നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് തിങ്കിങ് അല്ലേ? ഒരു ക്ലയന്റിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രോസസ് ആണോ? ഒരു ക്ലയന്റിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പ്രോസസ് ആണോ? ഇത് എവിഡൻസ് ബേസ്ഡ് കെയർ ആണോ? ദ നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് കെയർ ആണോ? ആണോ? നമ്മൾ ഒരു കെയർ കൊടുക്കുമ്പോൾ, ഒരു പർട്ടിക്കുലർ കെയർ കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന റിസൾട്ട് ചിന്തിക്കാൻ പറ്റുമല്ലേ? അല്ലേ? ടെമ്പറേച്ചർ പേഷ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ചിന്തിക്കാൻ പറ്റും. ആ പക്ഷെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ കഴിയുമോ? നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റും. ഇനി ദ ക്രിട്ടിക്കൽ റീസണിങ് പറയാൻ എന്താ? ചോദിക്കട്ടെ, ദ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയാൻ എന്താ? റീസണിങ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവൽ ആണല്ലേ? ഒരു പ്രോബ്ലം കണ്ടുപിടിച്ച് അതിന് കെയർ കൊടുത്ത് അത് കണ്ടുപിടിച്ചുകൊണ്ട് ഹൈ ലെവൽ തിങ്ക് ചെയ്യുന്നത് തിങ്ക് എന്ന് പറഞ്ഞു. റീസണിങ് എന്താ? ഇത് പല ഇടങ്ങളിൽ പല എക്സാമിന് കേൾക്കുന്ന വാക്കാണ്.
ദ ക്രിട്ടിക്കൽ റീസണിങ് അല്ലെ, പല എക്സാമിന് പലയിടത്തിൽ വാക്ക് റീസണിങ്. എന്താ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ദ കോഗ്നിറ്റീവ് പ്രോസസ് ആണോ? ദ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു കോഗ്നിറ്റീവ് പ്രോസസ് ആണോ? ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് പ്രോസസ് ആണോ? എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്? ആർക്കും പറയും? പലയിടത്തും കേൾക്കുന്ന വാക്കാണ്, പലയിടത്തും സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ് ദ കോഗ്നിറ്റീവ് പ്രോസസ്. പലയിടത്തും കേൾക്കാറുണ്ട്, പക്ഷെ ഇതുവരെ ആരും ചോദിക്കാൻ പറ്റില്ല എന്താണ് സാർ അതിന്റെ അർത്ഥമല്ലേ? ഇത്രയും വർഷമായിട്ട് ഒരു ബുക്കിനും കാണാറില്ല, എന്താണ് അതിന്റെ അർത്ഥം? ദ കോഗ്നിറ്റീവ് പ്രോസസിന്റെ അർത്ഥം എന്താണ്? പലയിടത്തും കേൾക്കുന്ന വാക്കാണ് കോഗ്നിറ്റീവ് പ്രോസസ് കേൾക്കാറുണ്ട്, പക്ഷെ അർത്ഥം അറിയായിരുന്നു? അർത്ഥം അറിയാമോ? ഒന്നോ രണ്ടോ പേർക്ക് അറിയാം, ബാക്കി ആൾക്ക് അറിയാമോ? ദ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ഞാൻ ഇംഗ്ലീഷിൽ മാത്രം പറയുന്ന ഒരാളല്ല, മലയാളത്തിൽ പറഞ്ഞ ആളാണ്. എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്? അറിയാമോ? 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 യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. ദ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ ഫസ്റ്റ് വരുന്ന വാക്കാണ് കോഗ്നിറ്റീവ് പ്രോസസ്. എന്തായിരിക്കും? എന്താ കോഗ്നിറ്റീവ് പ്രോസസ്? നല്ല ഹയർ ആയിട്ടുള്ള ദ ബ്രെയിൻ ഫംഗ്ഷനെ പറയുന്ന പേരെന്താ? നല്ല ഹയർ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനെ പറയുന്ന പേരെന്താ? കോഗ്നിറ്റീവ് അല്ലേ? നല്ല ഹയർ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരെന്താ? കോഗ്നിറ്റീവ് അല്ലേ? അതല്ലേ ശരിയായ ഉത്തരം. നല്ല ഹയർ ആയിട്ടുള്ള ബ്രെയിൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരെന്താ? ദ ഹയർ ദ ബ്രെയിൻ ഫംഗ്ഷൻ ഈസ് കാൾഡ് as എന്താ? കോഗ്നിറ്റീവ് അല്ലേ? കോഗ്നിറ്റീവ് അല്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ റീസണിങ് അകത്ത് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ഹയർ ആയിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യമാണോ? ആണോ? കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റ് അടുത്ത് കിട്ടുന്ന ഡേറ്റ, ടെമ്പറേച്ചർ ആയാലും റെസ്പിറേഷൻ ആയാലും, അത് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണോ കോഗ്നിറ്റീവ് പ്രോസസ്? ആലോചിച്ച് പറയുക. ഇപ്പോൾ പനി തന്നെ എടുക്കാം. പേഷ്യന്റ് കണ്ടു, പനി നോക്കി, ഡോക്ടർ ഒബ്സർവേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോ എന്തായിരിക്കും? പനി കൂടുതലാണ്, റെസ്പിറേഷൻ കൂടുതലാണ്. നമുക്ക് ഇത് കംപ്ലീറ്റ് ഉണ്ടോ? പനി കുറയുന്നില്ല. വീട്ടിൽ വെച്ച് ടാബ്ലറ്റ് കൊടുത്തു, എന്നിട്ട് കുറയുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ദ ക്രിട്ടിക്കൽ തിങ്കിങ് എന്തായിരിക്കും? പറയടേ, എന്താ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? എന്താ? പേഷ്യന്റ് വീട്ടിൽ വെച്ച് പാരസിറ്റമോൾ കഴിച്ചിട്ടാണ് ആശുപത്രി വന്നത്. പേഷ്യന്റ് വീട്ടിൽ വെച്ച് പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നതെങ്കിൽ എന്താ ക്രിട്ടിക്കൽ തിങ്കിങ്? നമ്മൾ പോയി ചോദിക്കത്തില്ലേ? ശരിയല്ലേ? നമ്മൾ പേഷ്യന്റ് ചോദിക്കാറുണ്ട് അല്ലേ? ആശുപത്രിയിൽ വരും മുമ്പേ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചോ? അത് എന്ത് മെഡിസിനാണ് കഴിച്ചത്? എപ്പോഴാണ് കഴിച്ചത്? എത്ര സമയം മുൻപാണ് കഴിച്ചത്? ഓർമ്മയുണ്ടോ? ശരിയല്ലേ? പാരസെറ്റമോൾ കഴിച്ചെങ്കിൽ എത്ര മണിക്കൂർ മുമ്പാണ് കഴിച്ചത്? എത്ര സമയം മുൻപാണ് കഴിച്ചത്? ചോദിക്കാറുണ്ടേ. അതല്ലേ ലക്ഷ്യം? ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ മെയിൻ ലക്ഷ്യം അതല്ലേ? അല്ലേ? ശരിയല്ലേ? ഐഡന്റിഫൈ ചെയ്യുക അല്ലേ? ഒരു കാര്യത്തെ ഐഡന്റിഫൈ ചെയ്യുക എപ്പോഴും ദ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. കിട്ടിയോ? സിമ്പിൾ എക്സാമ്പിളാ. ഒരു പേഷ്യന്റ് ഫണ്ട് വരുന്ന സമയത്ത് പനിയാണ്. ആ സമയത്ത് നിങ്ങൾ ടാബ്ലറ്റ് പാരസെറ്റമോൾ കൊടുക്കുന്ന മുമ്പായിട്ട് ചോദിക്കാറില്ലേ, ലാസ്റ്റ് എപ്പോഴാണ് പാരസെറ്റമോൾ കഴിച്ചത്? എത്ര സമയം മുൻപാണ്? ആഹാരത്തിന് മുമ്പെയാണോ? ആഹാരത്തിന് ശേഷമാണോ? എത്ര മണിക്കൂർ മുമ്പെയാണ്? ചോദിക്കാറില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതല്ലേ ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു ഡേറ്റയെ അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, തിങ്ക് ചെയ്യുക, ശരിയല്ലേ? അല്ലാതെ ചോദിക്കാതെ കൊണ്ട് ഗുളിക കൊടുക്കുമായിരിക്കല്ലേ? ശരിയല്ലേ? കൊടുക്കാറല്ലേ? കൊടുക്കാറുണ്ടോ? ഒന്നും ചോദിക്കാറ് എന്നാ വേണേ വിളിച്ചു. എനിക്ക് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോണം, വേണേ കഴിച്ചു. പറയോ, എനിക്ക് ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോണം, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചു. ഇരിക്കുന്ന പുളിയ. വേണ്ടേ? വേണോ? ചോദിക്കാറുണ്ട് അങ്ങനെ. ചോദിക്കും. എവിടെ നിന്നറിയാമോ?
എല്ലാവരും ഇത് മെഡിക്കൽ കോളേജ് ജോലിക്ക് പോറില്ലേ? ഈ എക്സാം പാസ്സായിട്ട് മെഡിക്കൽ കോളേജ് ജോലിക്ക് പോയിട്ട് ആദ്യത്തെ 1 വർഷം കുഴപ്പമില്ല. 1 വർഷം കഴിഞ്ഞ ശേഷം ഈ സുഖം വരും. വേണമെങ്കിൽ കടിക്കുക, ഞാൻ തരൂല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം തരും, ഇനി തരൂല. അവർ ദേഷ്യം വരുമോ? വരുമോ? വരും വരും. ആ സുഖം വരും. സുഖം മാറി വരും. മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറും. എന്നറിയാമോ? വേണമെങ്കിൽ വാങ്ങിക്കുക ഗുളിക, അല്ലെങ്കിൽ വേണ്ട. അല്ലേ? അറിയാമോ? 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 എവിടെ വരും? വരും. അവിടെ ഒരു പനി വന്നാലേ ഇപ്പൊ പേഷ്യന്റ് പേരൻസിന് കഴിക്കാനുള്ള സാധ്യത ഒന്നും അറിയാലോ. ഒരു പനി വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഓട്ടോമാറ്റിക്കായിട്ട് പാരസെറ്റമോൾ കഴിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ പേഷ്യന്റ് ചോദിക്കുക പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതാ ഡേറ്റ കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ശേഷം അതിനെ ഡോക്ടറിനോട് ഇൻഫോം ചെയ്യുക. ശരിയല്ലേ? ശരിയല്ലേ? അതെല്ലാമല്ലേ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്? ശരിയല്ലേ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. പേഷ്യന്റ് ആൾറെഡി കഴിച്ചിട്ടുണ്ട്, ഇത്ര മണിക്കൂർ മുമ്പെയാണ്, സമയം മുമ്പെയാണ് ആഹാരം കഴിച്ചിട്ടുണ്ടോ, റിപ്പോർട്ട് ചെയ്യാറില്ലേ? റിപ്പോർട്ട് ചെയ്യാറില്ലേ? ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോടെ? യെസ്. ഇനി എന്തൊക്കെയുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് വരുന്ന ടെക്നിക്സ് എന്തൊക്കെയുണ്ട്? ഇതൊക്കെ ആദ്യം ഒരു കാര്യമുണ്ടോ? ആദ്യമായിട്ട് കേൾക്കുന്ന അറിയുന്നുണ്ടോ? ആണെങ്കിൽ പറഞ്ഞു. എസ് പറയാ. ആദ്യമായിട്ട് കേൾക്കുന്ന അറിയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് വളരെ കുറച്ചേ ഉള്ളൂ. ഉണ്ടോ? പറഞ്ഞാൽ അതുകൊണ്ടോ? ഉണ്ടല്ലോ ഉണ്ട്. ഉണ്ട്. സോ നോക്കാം. ടെക്നിക്സ് ഇൻ ക്രിട്ടിക്കൽ തിങ്കിങ്. ടെക്നിക്സ് ഇൻ ക്രിട്ടിക്കൽ തിങ്കിങ് നോക്കാം. എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മൾ ആക്ച്വലി ചെയ്യുന്ന കാര്യങ്ങളാണ് ടെക്നിക്സ് ഇൻ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. ഏതൊക്കെ ഉണ്ടായിരിക്കും? എന്തൊക്കെയുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ? ഫസ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കൽ അനാലിസിസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രീവിയസ് ചോദ്യമാണ്. ടെക്നിക്സ് ഇൻ അനാലിസിസ് എന്തായിരിക്കും? അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്കിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് അനാലിസിസ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അനാലിസിസ്? എന്തായിരിക്കും അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്കിങ്ങിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് അനാലിസിസ്. എന്തായിരിക്കും അനാലിസിസ്? ഒരു കാരണം തിരക്കുന്നതാണോ? ഒരു അസുഖം ഉണ്ടാകുന്ന കാരണം സെർച്ച് ചെയ്യുന്നതാണോ? ഒരു അസുഖം ഉണ്ടാകുന്ന കാരണം സെർച്ച് ചെയ്യുന്നതാണോ? പറയുക. ഒരു അസുഖം ഉണ്ടാകുന്ന കാരണം സെർച്ച് ചെയ്യുന്നതാണോ? ആണോ? ആലോചിച്ച് പറയുക. ഒരു അസുഖം ഉണ്ടാകാനുള്ള കാരണം സെർച്ച് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നല്ല പനിയുമായിട്ട് ഹോസ്പിറ്റൽ വന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാറില്ലേ ഫീവർ ഉണ്ടായ കാരണം? ആ കുട്ടി നല്ല ഇന്ന് മഴ നനഞ്ഞാണോ ചോദിക്കാറില്ലേ? കുട്ടി ഇന്ന് മഴ നനഞ്ഞതാണോ ചോദിക്കാറുണ്ടോ? ആണെങ്കിൽ ഒരു കുട്ടി പനി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടി അമ്മയോട് ചോദിക്കാറുണ്ടോ കുട്ടി മഴ നനഞ്ഞോ? ചോദിക്കാറുണ്ടോ? ഒരു കുട്ടി ഫീവറുമായിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മയോട് ചോദിക്കാറുണ്ടോ കുട്ടി മഴ നനഞ്ഞാണോ? ചോദിക്കോ? മഴ നനഞ്ഞതാണോ ചോദിക്കാറുണ്ടോ? ഉണ്ട്. വീണ്ടും ചോദിക്കും സ്ഥിരമായിട്ട് പനി വരുന്നതാണോ? ചോദിക്കാറുണ്ടോ? സ്ഥിരമായിട്ട് പനി വരുന്നതാണോ? ചോദിക്കാറുണ്ടോ? ഉണ്ട്. ഈ രണ്ട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഇൻഫർമേഷൻ കിട്ടാറില്ലേ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുറെ ഇൻഫർമേഷൻ കിട്ടാറില്ലേ? ഇൻഫർമേഷൻ കിട്ടാറില്ലേ? അല്ലേ?
ഈ എപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ, നല്ല പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ഫസ്റ്റ് പോയി പേടി എന്താ? അത് വൈറലാണോ, ഇൻഫെക്ഷൻ ആണോ എന്നല്ലേ? ശരിയല്ലേ? എപ്പോഴും കുഞ്ഞ് നമ്മുടെ വാർഡിനകത്ത് നല്ല പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വൈറലാണോ, അത് ബാക്ടീരിയ ആണോ, ഇൻഫെക്ഷൻ തോന്നാറില്ലേ? 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 പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ സമയമല്ലേ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ആ സമയമല്ലേ നമ്മൾ കുറെ റിസൾട്ട് വച്ചുകൊണ്ട്, ഈ പറഞ്ഞ കുറെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെപ്പോഴും ഒരു സിറ്റുവേഷൻ വെച്ച് കുറെ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലത്തിന്റെ കുറെ ക്വസ്റ്റ്യനിങ് വെച്ചുകൊണ്ട് അസുഖത്തിന്റെ പല സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു പ്രോബ്ലം മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിന്റെ പല സാഹചര്യം വെച്ച് ചിന്തിക്കാറുണ്ടോ? അപ്പോൾ അതിന് വിളിക്കുന്ന പേരെന്താ? ക്രിട്ടിക്കൽ. ചിന്തിച്ച എന്ന് വിളിക്കാടെ, ചിന്തിച്ച എന്ന് വിളിക്കാം. ക്വസ്റ്റ്യനിങ് അല്ലേടെ. അസുഖത്തിന്റെ പല സാഹചര്യം കുറിച്ച് ചിന്തിച്ചെന്തായിരിക്കും? ക്വസ്റ്റ്യനിങ് ആണോ? ക്വസ്റ്റ്യനിങ് ആണോ? 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 ആണ്. ക്വസ്റ്റ്യനിങ് ആണ്. ഒരു അസുഖത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ് എന്താ? തിങ്ങിയ ചെയ്യണം. തിങ്ങിയല്ലേ? പറയട്ടെ. ഒരു അസുഖത്തിന്റെ പല സാഹചര്യം കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ് എന്താ? ഒരു അസുഖത്തിന്റെ പല സാഹചര്യം കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ് എന്താ? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വിളിക്കാം. അപ്പോൾ അടുത്ത കാര്യം, സോക്രട്ടിക് ക്വസ്റ്റ്യൻ എന്താ? സോക്രട്ടിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് വരുന്ന കാര്യമാണ് സോക്രട്ടിക്. അറിയാമോണെങ്കിൽ കേട്ടോ? അറിയാമെങ്കിലും ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് സോക്രട്ടിക് സോക്രട്ടിക് ക്വസ്റ്റ്യനിങ്, സോക്രട്ടിക് റിസർച്ച് കണ്ടുണ്ട്. റിസർച്ചിനകത്ത് കണ്ടുകൊണ്ടായിരിക്കും. റിസർച്ചിനകത്ത് സോക്രട്ടിക് കണ്ടുകൊണ്ടെങ്കിൽ ഉണ്ടല്ലേ? ഞാനത് ഇവിടെ പറയട്ടോ. റിസർച്ചിന് മാത്രമല്ല ഇവിടെ പഠിക്കാനുണ്ട്. റിസർച്ചിനകത്ത് മാത്രമല്ല ഫൗണ്ടേഷനകത്ത് സോക്രട്ടിക് ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. എന്തായിരിക്കും സോക്രട്ടിക് ക്വസ്റ്റ്യൻ? സിമ്പിൾ ഉത്തരവാണ്. ഒറ്റ വാക്കിൽ പറയാം. ഒറ്റ വാക്കിൽ അത് ആൻസർ പറയാം. ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. സാധാരണ ഒരു അസുഖത്തിന്റെ സാധ്യതയെ കുറിച്ച് പഠിക്കുക എന്താ? ക്വസ്റ്റ്യൻ അല്ലേ? നോർമലി ഒരു അസുഖത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുക എന്താ? സ്ഥിതിക്ക് എന്താ? നോർമലി ഒരു അസുഖത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുക എന്താ? വിളിക്കാം. എന്ത് വിളിക്കാം? നോർമലി ഒരു അസുഖം വരാനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞെന്താ? ക്വസ്റ്റ്യനിങ് ആണോ? ക്വസ്റ്റ്യനിങ് ആണോ? 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 ആണല്ലേ? പക്ഷെ അതേസമയം അതേ ചോദ്യം അസുഖം ഉണ്ടാകാനുള്ള കാരണം ഇൻ ഡെപ്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാരണം കണ്ടുപിടിച്ചെന്ന് വിളിക്കാം. ഒരു അസുഖത്തിന്റെ കാരണം ഉൾഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി കാരണം കണ്ടുപിടിച്ചെന്ന് വിളിക്കാം. സോക്രട്ടിക് ക്വസ്റ്റ്യൻ വിളിച്ചുകൂടെ? ഒരു അസുഖത്തിന്റെ കാരണങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. പലപ്പോഴും പറയാം എന്താണ് ഒരു അസുഖത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പല ഡോക്ടേഴ്സും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കാറില്ലേ? എന്ന് വിളിക്കാം? സോക്രട്ടിക് ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേടെ? അറിയാം കാര്യം? അറിയാമോ? എവിടെ കണ്ടുണ്ടോ? ആ പനി ഉണ്ടാവാൻ കാരണം ഇത് മഴ നനഞ്ഞിട്ടല്ല, വേറെ എന്തോ കാരണമാണ്. ഉൾഭാഗത്ത് എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഏത് പാർട്ടാണെന്ന് അറിയില്ല. ശരിയല്ലേ? അങ്ങ് എന്താണ് ഈ താഴ്ചയായിട്ട് പോയി ചിന്തിച്ചെടുക്കുന്നത് വിളിക്കാം സോക്രട്ടിക് ക്വസ്റ്റ്യൻ. വിളിച്ചൂടെ? ക്ലിയർ ആയോ? സോക്രട്ടിക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി? ഒറ്റ വാക്കിൽ പഠിച്ചാൽ മതി. ഒറ്റ വാക്കിൽ പഠിച്ചാൽ മതി. ആഴത്തിൽ ഇറങ്ങിച്ചത് ചിന്തിക്കുക. ആഴത്തിൽ ഇറങ്ങിപ്പോയി ചിന്തിച്ചാൽ സോക്രട്ടിക് ക്വസ്റ്റ്യൻ. ആഴത്തിൽ ഇറങ്ങിപ്പോയി ചിന്തിച്ചാൽ എന്ത് വിളിക്കാം? ഒരു കാര്യം ആഴത്തിൽ ഇറങ്ങിപ്പോയി ചിന്തിച്ചെന്ന് വിളിക്കാം സോക്രട്ടിക് ക്വസ്റ്റ്യൻ അല്ലേ? പറ എല്ലാം പറഞ്ഞോട്ട്. ഒരു കാര്യം ആഴത്തിൽ ഇറങ്ങിപ്പോയി ചിന്തിച്ചെന്ന് വിളിക്കടെ. പറഞ്ഞേടെ. ഒരു കാര്യം ആഴത്തിൽ ഇറങ്ങിപ്പോയി ചിന്തിച്ചാൽ
നേടിയ എന്ന് വിളിക്കാം. സോക്രട്ടിക് ആണോ? സോക്രട്ടിക് ആണോ? സോക്രട്ടിക്. ആൻഡ് തേർഡ് ഏതാ? ഫസ്റ്റ് ഏത് പറഞ്ഞു? ഫസ്റ്റ് ഏത് പറഞ്ഞു? ക്രിട്ടിക്കൽ അനാലിസിസ് പറഞ്ഞു. സെക്കൻഡ് ആയിട്ട് സോക്രട്ടിക് ക്വസ്റ്റ്യൻ പറഞ്ഞു. മൂന്നാമത് ഏതാ? ഇൻഡക്റ്റീവ് റീസണിങ്. മൂന്നാമത് കാര്യമാണ് റിസർച്ചിൽ കേൾക്കുന്ന വാക്ക് ഇൻഡക്റ്റീവ്. എപ്പോഴും റിസർച്ചിൽ കേൾക്കുന്ന ഒരു വാക്കല്ല ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് ആണ് ഡിഡക്റ്റീവ്. റിസർച്ചിൽ കേൾക്കുന്ന ഒരു വാക്കല്ല ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റ് റീസണിങ്. ആ ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പലപ്പോഴും ഇന്ന് രാവിലത്തെ ബാച്ചിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാവിലെയുള്ള ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്റ്റീവ് റീസണിങ്ങും ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്ങും പ്രീവിയസ് കേരള ക്വിസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ രാവിലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈവനിങ് ആൾക്കാരുണ്ട്. ഈ ചോദ്യം ഇൻഡക്റ്റീവ് റീസണിങ്ങും ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പല തവണ റിസർച്ചിൽ നിന്ന്, ഇവിടെ നിന്ന് ഫൗണ്ടേഷൻ അല്ല, റിസർച്ചിൽ നിന്നുമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. കണ്ടോണ്ടെങ്കിലും എവിടെ കണ്ടുണ്ടോ? പറഞ്ഞു നോക്കട്ടെ, കണ്ടുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ. ഉണ്ടോ? ഞാൻ കുറെ നോട്ട് എഴുതിയിട്ടുണ്ട്, അത് വേണം. റിസർച്ച് ഒക്കെ ഇല്ലേ? റിസർച്ച് എന്റെ കൈയക്ഷം കൊണ്ടേ ആർക്ക് വായിക്കാൻ പറ്റുന്നവരുണ്ട്, വായിക്കാൻ പറ്റുന്നവരുണ്ട്, പക്ഷെ എഴുതിയിട്ടുണ്ട്. വേണം ആർക്കെങ്കിലും? റിസർച്ച് ഒക്കെ നോട്ട് കഴിഞ്ഞ 2 വർഷം കൂടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കൈയക്ഷരം അധികം ബോറാണ്. എന്റെ കൈയക്ഷരമല്ലേ? എന്റെ കൈയക്ഷരം വളരെ ബോറാണ്. വായിക്കാൻ പറ്റുമോ? വേണോ? ഫുൾ മലയാളത്തിൽ റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് എല്ലാം എന്റെ കൈയക്ഷരം കൊണ്ട് ഞാൻ ഇപ്പോഴേ എഴുതിയിട്ടുണ്ട്. വേണോ പറയും? വേണോ ആർക്കെങ്കിലും? വായിക്കാൻ പറ്റുന്നവരുണ്ട്, വായിക്കാൻ പറ്റുന്നവരോട് അയച്ചു തരാം കേട്ടോ, അയച്ചു തരാം. ഓക്കെ. സോ എന്താണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്? ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് അയച്ചുതരാം എല്ലാവർക്കും അയച്ചുതരാം. രാവിലെ 4 മണി മെസ്സേജ് അയക്കും. രാവിലെ 4 മണിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ അയച്ചുതരാം. പറ്റും ആർക്കെങ്കിലും? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എനിക്കൊരു മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് അയച്ചുതരാം. 4 5 മണി ആയിക്കോട്ടെ. 5 മണിക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് മാത്രം അയച്ചുതരാം. പഠിക്കാൻ നോക്കട്ടെ. അങ്ങനെയെങ്കിലും എഴുന്നേൽക്കും നോക്കട്ടെ. അങ്ങനെയെങ്കിലും എഴുന്നേൽക്കുമോ നോക്കട്ടെ. എഴുന്നേൽക്കാരെങ്കിലും? 4 മണി തൊട്ട് 5 മണിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് മാത്രം അയച്ചുതരാം കേട്ടോ. എഴുന്നേൽക്കോ എന്ന് നോക്കട്ടെ. എഴുന്നേക്കൂടെ? എഴുന്നേക്കും കേട്ടോ. ഇനി സമയമായി കഴിഞ്ഞു. എഴുന്നേക്കും കേട്ടോ. ആൾറെഡി കുറെ റെക്കോർഡിംഗ് ചെയ്യില്ലേ? ആൾറെഡി കുറെ സിസ്റ്റംസിന്റെ റെക്കോർഡിംഗ് ചെയ്യില്ലേ? ഉണ്ടോ? ആൾറെഡി കുറെ റെക്കോർഡിംഗ് ചെയ്യില്ലേ? ഉണ്ടോ? ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തല്ലേ? വിപിനെ കംപ്ലീറ്റ് ചെയ്തോ? റെക്കോർഡിങ്സ് എല്ലാം ഗ്രൂപ്പിൽ വരുന്ന റെക്കോർഡിങ്സ് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് സമയമില്ല. ആ കുറെയൊക്കെ കംപ്ലീറ്റ് കേട്ടോ. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ എന്താ? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ ചോദ്യം വരും. ഇൻഡക്റ്റീവും മറ്റൊരെന്താടെ? ഇൻഡക്റ്റീവും അതുപോലെ മറ്റൊരെന്താ? ഇൻഡക്റ്റീവും അതുപോലെ ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞ എന്താ? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ മുന്നിലോട്ട്, നമ്മുടെ കയ്യിലോട്ട് ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ടു ജനറൽ തിങ്ക് ചെയ്ത് വിളിക്കാം. ഒരു ചെറിയ ഇൻഫർമേഷനിൽ നിന്നും ജനറൽ ആയിട്ടൊരു കൺക്ലൂഷനിൽ എത്തിയത് വിളിക്കാം. നമ്മുടെ കയ്യിലോട്ട് കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അസുഖത്തെ കുറിച്ച് ഒരു ചെറിയ, വളരെ സ്മാൾ ആയിട്ടുള്ള സ്പെസിഫിക് ഇൻഫർമേഷനിൽ നിന്നും
ജനറൽ കൺക്ലൂഷനിലോട്ട് എന്ത് വിളിക്കാം? കയ്യിലോട്ട് കുട്ടിയെ കിട്ടി, പനി കണ്ടുപിടിച്ച് കുട്ടിയെ വന്നു, ആ കുട്ടിയുടെ കയ്യിൽ നിന്നും വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി. പക്ഷെ നമ്മൾ തിങ്കിങ് ചെയ്ത് വളരെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഒരു ചെറിയ കാര്യത്തിൽ നിന്നും ജനറലിലേക്ക് പോകുന്ന റീസണിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? ഒരു ചെറിയ കാര്യത്തിൽ നിന്നും വളരെ ജനറൽ ആയിട്ട്, സ്മോളിൽ നിന്ന് വലുതിലോട്ട്, ചെറിയൊരു കാര്യത്തിൽ നിന്നും വലിയൊരു രീതിയിലോട്ട് നമ്മൾ തിങ്ക് എന്താ? ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ? ആൻസർ ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ? പറഞ്ഞേ പറഞ്ഞേ. ഒരു ചെറിയ കാര്യം, വളരെ സ്മാൾ ഇൻഫർമേഷൻ കിട്ടി, ചെറിയ ഇൻഫർമേഷൻ കിട്ടി, ചെറിയ ഇൻഫർമേഷനിൽ നിന്നും വലിയ ഇൻഫർമേഷനിലോട്ട് പോയി വിളിക്കാം. കിട്ടിയ ചെറിയ ഇൻഫർമേഷനിൽ നമ്മൾ വലിയ ഇൻഫർമേഷനിലോട്ട് പോയി വിളിക്കാം. ഇൻഡക്റ്റീവ് റീസണിങ് അല്ലേ? ഇൻഡക്റ്റീവ് റീസണിങ് അല്ലേ? ചെറിയ ഇൻഫർമേഷനിൽ നിന്നും വലിയ ജനറലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ എന്തായിരിക്കും ദ ഡിഡക്റ്റീവ് റീസണിങ്? അപ്പോൾ എന്തായിരിക്കും ദ ഡിഡക്റ്റീവ് റീസണിങ്? എന്താ? ഓപ്പോസിറ്റ് പറഞ്ഞേ, ഓപ്പോസിറ്റ് പറഞ്ഞേ. ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ, ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ, ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ. റീസണിങ് ഫ്രം ദ ജനറൽ ടു സ്പെസിഫിക് അല്ലേ? ജനറൽ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു അസുഖത്തിന്റെ ജനറൽ കാര്യങ്ങളിൽ കണ്ടുപിടിച്ചുകൊണ്ട് അസുഖം എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിച്ച് തീരുമാനിച്ചു കഴിഞ്ഞ് വിളിക്കാം ഡിഡക്റ്റീവ് അല്ലേ? ഡിഡക്റ്റീവ് അല്ലേ? ദ ജനറൽ റീസണിൽ നിന്നും, ജനറൽ കാര്യങ്ങളിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനത്തിൽ കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് റീസൺ എന്ന് വിളിക്കാം. ഈ 4 സ്റ്റെപ്പ് എന്ന് വിളിക്കാം ദ 4 ടെക്നിക്സ് ഇൻ ദ ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലേ? ശരിയല്ലേ? ദ ക്രിട്ടിക്കൽ അനാലിസിസ് 4 സ്റ്റെപ്പ് ഏതാ? ക്രിട്ടിക്കൽ അനാലിസിസ് 4 സ്റ്റെപ്പ് ഏതാ? ചോദ്യം വരും. ഏതൊക്കെയാ? കിട്ടിയോ 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 കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? കിട്ടിയോ? റീസണിങ് അകത്തുള്ള 4 ടൈപ്പ് കിട്ടിയോ? 4 ടൈപ്പ് കിട്ടിയോ? യെസ് എങ്കിൽ യെസ്. യെസ്. ആർക്കെങ്കിലും ഇപ്പൊ എക്സ്ട്രാ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ DHS എടുത്ത ക്ലാസ്സിൽ റെക്കോർഡിംഗ് വേണം, ഞാൻ പഠിപ്പിക്കും. എങ്കിലും നിങ്ങൾ സമയം കിട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ച് മുൻകൂട്ടി പഠിക്കാൻ വേണ്ടി റെക്കോർഡിങ്സ് വേണം. കഴിഞ്ഞ DHS എടുത്ത DHS എടുത്ത റെക്കോർഡിങ്സ് നോട്ടം വേണോ? വേണോ? സമയത്തിന് മുന്നേ പഠിക്കാൻ പറ്റി പഠിക്കുക. വേണോ? സമയത്തിന് മുന്നേ പഠിക്കാൻ പറ്റും പഠിക്കുക, പഠിപ്പിക്കും. പക്ഷേ അതുപോലെ സമയം കളയണ്ട. ഫ്രീ ടൈം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ശരി, എന്താണ് ശരി, അത് പഠിക്കൂ. പഠിക്കൂ പഠിക്കൂ. യെസ് പഠിക്കും. 4 സ്റ്റെപ്പ് ആട്ടോ. 4 സ്റ്റെപ്പ് കിട്ടിയോ? 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 കിട്ടിയോടെ? കിട്ടിയോ? കിട്ടിയോ? യെസ് ഓർമ്മ കിട്ടിയോ? യെസ്. ഓക്കെ. അടുത്ത ടുമോറോ ആണോ? അടുത്ത ദിവസം ടുമോറോ ആണോ? ടുമോറോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? രാവിലെ 4 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? രാവിലെ 4 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? വേണോ? നാളെ രാവിലെ 4 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? പഠിക്കൂ. വേണം. ആരും പറഞ്ഞു വേണം? രാവിലെ 4 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണോ? അയച്ചുതരാം. 4 മണിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. പഠിക്കൂ, എല്ലാവരും പഠിക്കൂ. പഠിക്കുക. ഓക്കെ. യെസ്. താങ്ക് യു.